പ്രിയമുള്ളവരെ, റാസ് വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാനൊരു ചിത്രം കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ അധിക പേർക്കും അറിയാൻ സാധ്യതയില്ല. അതായത് നമ്മുടെ ചരിത്രത്തിൽ നിന്നൊക്കെ മനഃപൂർവ്വം കുറേ ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ചരിത്രം മനഃപൂർവ്വം സത്യസന്ധമായ ചരിത്രങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. കാരണം ചരിത്രമാണ് നമ്മുടെ പിൻബലം, നമ്മുടെ വേര്, നമ്മെ ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്നത് ഒക്കെ ചരിത്രമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. പലർക്കും അറിയില്ല. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വളരെയധികം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇതുപോലും പലർക്കും അറിയില്ല. അതൊക്കെ മനഃപൂർവ്വം എന്നോണം തമസ്കരിക്കുകയാണ് പലപ്പോഴും മാധ്യമങ്ങളും മറ്റു പല അതോറിറ്റികളുമൊക്കെ. നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ എന്ന ധീരനായ സ്വാതന്ത്ര്യസമര പോരാളിയെ, സ്വാതന്ത്ര്യസമര രക്തസാക്ഷിയെക്കുറിച്ചാണ്. നമ്മുടെ ധീരന്മാരായ ഭഗത് സിംഗിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഒക്കെ പോലെ രാജ്യത്തിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച, തൂക്കുമരം ഏറ്റുവാങ്ങിയ ധീരനായ വക്കം ഖാദർ എന്നറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് തലേ ദിവസം തൻ്റെ സുഹൃത്തായ ബോണിക്ക് അദ്ദേഹം എഴുതിയ ഒരു കത്ത് ഞാനിവിടെ വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ബോണി, എൻ്റെ അന്ത്യയാത്രയിലെ അവസാന വാക്കുകൾ ഇതാ. മങ്ങലേൽക്കാത്ത നിന്റെ സ്നേഹത്തിനും ഹൃദയംഗമമായ ആത്മാർത്ഥതയ്ക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുമുള്ള ഊറി വരുന്ന വാക്കുകൾ കൊണ്ട് ഞാൻ നന്ദി പ്രകാശിപ്പിക്കട്ടെ. നിന്റെ വിലപ്പെട്ട ഗുണങ്ങളെയും മഹത്തായ വ്യക്തിത്വത്തെയും പറ്റി ഞാൻ നിന്നോട് പറയുന്നത് വെറും പുകഴ്ത്തലായിരിക്കും. ഞാൻ അല്പം പറഞ്ഞു പോയതിൽ ക്ഷമിക്കണം. ഒരു ഭീകര ദുരന്തമാണ് വരാൻ പോകുന്നത് എന്ന് കരുതരുത്. ഇത് ലോകത്ത് സംഭവിക്കാറുള്ള നിസ്സാര കാര്യങ്ങളിലൊന്നു മാത്രം. നിങ്ങളുടെ കൺമുമ്പിൽ നടന്നിട്ടുള്ള മറ്റു പല സംഭവങ്ങളുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ മരണം നമ്മുടെ എളിയ ത്യാഗം എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒരു വാക്ക് വെട്ടിക്കളയുന്നത് പോലെ മാത്രമാണ്. നമ്മുടെ മരണം മറ്റ് അനേകം പേരുടെ ജനനത്തിന് വഴിയൊരുക്കും. എണ്ണമറ്റ വീരന്മാർ, മഹാത്മാക്കളായ ഭാരതപുത്രന്മാർ, മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവം ത്യജിച്ചവർ ഇതിനകം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ പൂർണ്ണചന്ദ്രന്റെ മുമ്പിൽ വെറും മെഴുകുതിരികളാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ പുറപ്പാടിലെ തന്നെ നാം പരാജയപ്പെട്ടു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതും വെറും ദൗർഭാഗ്യമായി പോയി. നിങ്ങളുടെ യാതനകളും നമ്മുടെ മരണവും കൊണ്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാനാകും മുമ്പേ കൈപ്പിടിച്ച അവസരവും നല്ല സമയവും നഷ്ടപ്പെട്ടു പോയതിൽ നമ്മുടെ കാലക്കേടിനെ ശപിക്കാനേ എനിക്ക് കഴിയൂ. സ്വാർത്ഥതയുടെ ലേശമില്ലാതെ ആത്മാർത്ഥമായി ചിലത് ചെയ്യാൻ നാം തീരുമാനിച്ചിരുന്നു. എന്നാൽ ആദ്യപടി ചിന്തിക്കും മുമ്പേ നാം പരാജയത്തിലേക്ക് എറിയപ്പെട്ടുപോയി. സാരമില്ല, ധീരന്മാരും ധാരാളം സമയവും നമുക്ക് മുമ്പിലുണ്ട്. ഇനിയുമുണ്ട്. ഇന്ത്യൻ നാഷണലിസ്റ്റ് ടീമും ബ്രിട്ടീഷ് ബാരിലിസ്റ്റ് ടീമും ആയുള്ള അവസാന കളിയിൽ നാം തന്നെ ഗോളടിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഒരു സ്വതന്ത്ര ഭാരത പുരുഷനാകാൻ സ്വതന്ത്ര മാതാവിൻ്റെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. എനിക്കിതിനെ പറ്റി അധികമൊന്നും പറയാനില്ല. ഞങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ വേദനിപ്പിക്കരുത്. നാം എടുത്തിട്ടുള്ള പ്രതിജ്ഞ ഓർമ്മിക്കുക. മനസ്സ് ചാഞ്ചല്യം കൂടാതെ കടമ നിർവഹിക്കുക. അതാണ് മനുഷ്യൻ്റെ കർത്തവ്യം. അതിനെയാണ് നാം ധർമ്മമെന്ന് പറയുന്നത്. പരാജയം വിജയത്തിൻ്റെ ആരംഭമാണ്. എല്ലാ മംഗളവും നേരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ മറക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം ഖാദർ. ആ അന്ത്യസമയത്ത് എഴുതുന്ന കത്തിൽ വളരെ മോട്ടിവേഷൻ നൽകുന്ന വാക്കുകൾ
അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്ഫുടം ചെയ്തെടുത്ത ആത്മാർത്ഥത ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. 1917 മെയ് 25 ഖാദർ ജനിച്ചത്. നന്നായി പാടുന്ന ആളായിരുന്നു. സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ആവേശം നൽകുന്ന പാട്ടുകൾ പാടി നടന്നിരുന്ന ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ ആവേശത്തോടെ തീവണ്ടിയിൽ കയറി കൈപിടിച്ച് ചുംബിച്ച വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ 21ാമത്തെ വയസ്സിൽ ജോലി നേടി മലേഷ്യയിലെത്തി. അവിടെ പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു. ആ സമയത്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകാനായി അവിടെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൽ ചേർന്നത്. അതിൻ്റെ നേതൃസ്ഥാനത്തെത്തി. പിന്നീട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്നു. സൈനിക പരിശീലനം നേടി. INA-യിലെ ധീരന്മാരായ ചാവേർ പോരാളികളുടെ സംഘത്തിൽ അംഗമായി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം തകർക്കാനുള്ള ഗൂഢപദ്ധതികൾ നടപ്പാക്കാൻ നേതാജി നിയോഗിച്ച 5-അംഗ സംഘത്തെ നയിച്ചുകൊണ്ട് 1942 സെപ്റ്റംബർ 18 രാത്രി 10 മണിക്ക് മലേഷ്യയിലെ പീനാങ് തുറമുഖത്ത് നിന്ന് അന്തർവാഹിനി കപ്പലിൽ 9 ദിവസത്തെ ത്യാഗപൂർണമായ യാത്രക്കൊടുവിൽ താനൂർ കടപ്പുറത്തെത്തി. നിർഭാഗ്യവശാൽ ആ സംഘം ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലായി. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ട് ജയിലിലിട്ട് ക്രൂര പീഡനങ്ങൾക്ക് ഇടയാക്കിയിട്ടും INA-യെക്കുറിച്ച് ഒരു രഹസ്യവും ഖാദറിന്റെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 1943 സെപ്റ്റംബർ 10 ആ ധീര ദേശാഭിമാനിയെ തൂക്കിലേറ്റി. മാപ്പെഴുതി കൊടുത്താൽ രക്ഷപ്പെടാമെന്ന ഓഫർ മുമ്പിലുണ്ടായിട്ടും ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിക്കുന്നതിലും ഭേദം മരണമാണെന്ന് തീരുമാനിച്ച് നിശ്ചയദാർഢ്യത്തോടെ തൂക്കുമരം തിരഞ്ഞെടുത്തു. 26 വയസ്സ് മാത്രം പ്രായമുള്ള ആ ധീരനായ ഭാരതപുത്രൻ പിതാവിന് എഴുതിയ കത്തിൽ ഏത് കാലത്തും ഏത് രാജ്യത്തും ഉള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് സ്ഥൈര്യം നൽകുന്ന വരികളായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. വക്കം അബ്ദുൽ ഖാദറിന്റെ പേരൊക്കെ നമ്മൾ മറക്കുന്നത് എത്രമാത്രം ലജ്ജാകരമാണ്. അവസാനമായി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാവുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അദ്ദേഹത്തിൻ്റെ മകൻ വക്കം അബ്ദുൽ ഖാദറും വേറെ 2 വ്യക്തികളാണ്. ചരിത്രത്തിലുള്ള വേറെ 2 വ്യക്തികളാണ്. ഇത് അവരെ കൂടാതെയുള്ള വേറെ രക്തസാക്ഷിയായ വക്കം അബ്ദുൽ ഖാദറാണ്. അത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറഞ്ഞു വെക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.